ഞങ്ങളുടെ ശാരീരികമായിട്ട് ഞങ്ങളുടെ ദൂരങ്ങളിൽ വഹിക്കുവാനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവിനെയും നിന്റെ വിശുദ്ധാമത്തെ ഏറ്റുപറയുകയും ചെയ്യുന്നവർക്ക് നീ പ്രതിഫലം പ്രഭുതായ യഥാർത്ഥ ജീവനമാകുന്നതിൽ പൂർണ്ണദൈവത്തോടെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുവാനാകണമേ. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായീകരിക്കുകയും ചെയ്യും. എന്നാൽ ന്യായത്തിൽ പാപങ്ങളുടെ മാതാവിനെ ഗർഭം ചെയ്തു. സന്തോഷം കൊണ്ട് തൃപ്തിയാകണം. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ എന്റെ വഴി പഠിക്കുകയും പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. ദൈവത്തിന്റെ വലിയ ആത്മാവും ദൈവം ഹൃദയം നിരസിക്കുന്നില്ല. Bye.
നീ എന്നെ കൈവിട്ടതിന് ഞാൻ സംഭ്രമമാകുന്നു ദൈവം നരുവിൽ ദുഷിദോഷികളെ മേൽക്കൊന്നു മൺമയെ തന്നെ വാഴ്ത്തി ദൈവമേ പരസമയത്ത് ഞാൻ വിളിക്കും ശ്രീപാതരുവിൽ Sri Vaya
Dei
സപ്തസമൂഹം കടുവി
എല്ലായ്പ്പോഴും മരത്തിന്മേൽ തൂക്കപ്പെട്ട് സമാധാനവും പടിഞ്ഞാറുള്ള സത്യാരാധനയിലേക്ക് ജലം ധരിച്ചിടത്താവും നല്ല ആളുകൾക്ക് വേണ്ടിയുള്ളവരെല്ലാം തന്റെ ഉത്തമങ്ങളെ ഉൾപ്പെടുത്തുകയും തന്റെ ഇടവകയ്ക്ക് വേണ്ടി കാണാൻ ചെയ്യുന്ന മഹാപ്രഭുവായി തന്റെ മനോദയം മൂലം സകലാദികളെയും സർവരുടെയും ആഘോഷിക്കുകയും ചെയ്ത തനിക്ക് സമയത്തും സർവ്വനാളുകളും ധൈര്യങ്ങളും താഴികളും സ്തുതിബഹുമാനവും ആരാധനയോടി മാറുന്നു കുൽബിനിയാവുന്നു സകലായുള്ളവേ. രൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിരധാർത്ഥത്തിൽ ഞങ്ങളെ നിർമ്മിക്കുകയും ചെയ്തതിനാൽ ഞങ്ങൾ ഒന്നിനെ സൂചിപ്പാക്കുന്നു. മനുഷ്യവശത്തിലെ തീർത്തിൽ നിന്റെ സ്നേഹമൂലം ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ധനത്താൽ ഞങ്ങൾക്ക് സാധനം നൽകുകയും ചെയ്തതിനാൽ നിന്റെ രക്ഷയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആദ്യ ആ ദിവസത്തിന് കാര്യങ്ങൾ തോന്നിയിട്ട് ഞങ്ങളുടെ സൃഷ്ടിയെ നീ നിർവഹിച്ചു. പരീക്ഷാപൂർവ്വ സ്ത്രീകൾ എടുത്തു മനസ്സിന്റെ രൂപനാഥത്തിലാനെ സജ്ജമാക്കി നിന്റെ വായിലെ ശാസ്ത്രത്തിൽ നിന്ന് അവന്റെ മുഖത്തെ ജീവശാസ്ത്രം കൂടി അവൻ സൗന്ദര്യ സമ്പൂർണനായി ജ്ഞാനത്തിൽ തികഞ്ഞ് ഒരു അത്ഭുത പാചകമായി തീരുകയും ചെയ്തു. ബുദ്ധിഹീനത മൂലം അവൻ കർമ്മം ലഭിച്ചിരുന്നതിനായപ്പോൾ ന്യായവിധിയാകാരോപണം ചെയ്യപ്പെടുകയും അനർത്താവ് നശിപ്പിക്കുകയും ചെയ്തു. കാരണവാനും കൃപാപൂർണ്ണതാവുകയും അതിനുശേഷം അവന്റെ നാശത്തെക്കുറിച്ച് എന്റെ കർമ്മത്തിനെ പ്രേരിപ്പിക്കുകയും അവനെ രക്ഷപ്പെടുകയും സമ്പൂർണ്ണമായ വെള്ളിയാഴ്ച 4 ദിവസം തന്നെ നിന്റെ കൈകൾ ശ്രീപാമേൽ ആണികളാൽ തറയ്ക്കപ്പെടുകയും ചെയ്തു. ക്രൂശത്തിന്റെ തിരുമുഖത്ത് അശുദ്ധമായ ദുർബലയും സ്വീകരിച്ചു. അവനെ ജീവിപ്പിക്കാൻ വേണ്ടി തിരുവില്ലാതെ യുദ്ധത്താൽ കൊണ്ട് നിന്റെ ഭാഷത്തിൽ നിന്ന് പ്രവഹിച്ച രക്തവും വെള്ളവും മൂലം അവൻ പുതിയ ജീവൻ സമ്പാദിച്ച് നവീകരിക്കുകയും ചെയ്തു. കർത്താവേ, ഇപ്പോൾ രക്ഷാകരമായ സ്ഥാനബോധത്തിന്റെയും ജീവദാനമായ ശ്രീമായുടെയും സഭയുടെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ സഭ അതിന്റെ പ്രതികളുടെ വായുവിനോട് അപേക്ഷിക്കുകയും ഈ സുഹൃത്തോടുകൂടെ തിരുമുമ്പിൽ അഭയാൽ നടത്തുകയും ചെയ്യുന്നു. ആദികളെ പ്രീതവും സൃഷ്ടിക്കുകയും അവസാനം രക്ഷിക്കുകയും ചെയ്ത പ്രകാരം ഇപ്പോൾ കർണാവരസത്തിന്റെ സൃഷ്ടിയെ ദർശിച്ച് നിന്റെ ശ്രീഭാമൂലം ഭൂതലത്തിനെ മുഴുവൻ സഹായം നൽകണമേ. നിന്റെ ശ്രീവായാൽ കോപത്തെ ശമിപ്പിക്കണമേ. നിന്റെ ശ്രീവായാൽ യുദ്ധങ്ങളെ ശാന്തമാക്കണമേ. നിന്റെ ശ്രീവായാൽ കലഹങ്ങളെ മായ്ച്ചു കളയണമേ. നിന്റെ ശ്രീവായാൽ ശിക്ഷകളെ തടയണമേ. നിന്റെ ശ്രീവായാൽ ശോഭിച്ചിരിക്കുന്നവരെ ശാന്തമാക്കണമേ. നിന്റെ ശ്രീവായാൽ കലാകാരികളെ സമാധാനപ്പെടുത്തണമേ. നിന്റെ ശ്രീവായാൽ ഗർഭത്തെ വിനീതമാക്കണമേ. നിന്റെ ശ്രീവായാൽ പ്രശംസയെ നിശ്ചയിക്കണമേ. നിന്റെ ശ്രീവായാൽ ശത്രുതയെ ദൂരീകരിക്കണമേ. നിന്റെ ശ്രീവായാൽ കോപത്തെ ശാന്തിക്കണമേ. നിന്റെ ശ്രീവായാൽ ദുഷ്ടതയുടെ ഉദ്യോഗത്തെ അമർത്തണമേ. നിന്റെ ശ്രീവായാൽ പള്ളികളെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ ശ്രീവായാൽ ഏറാളെ ദൂരീകരിക്കണമേ. നിന്റെ ശ്രീവായാൽ പുരോഹിതന്മാരെ പ്രചോദിപ്പിക്കണമേ.
നിന്റെ സ്ത്രീവായ ശമാസന്മാരെ പ്രശസ്തരാക്കണമേ. നിന്റെ സ്ത്രീവായ വൃദ്ധന്മാരെ താങ്ങണമേ. നിന്റെ സ്ത്രീവായ യുവാക്കളുടെ ഉന്മേഷത്തെ നീ എതിർക്കണമേ. നിന്റെ സ്ത്രീവായ ശിശുക്കളെ വളർത്തണമേ. നിന്റെ സ്ത്രീവായ അവരുടെ മോചനം നൽകണമേ. നിന്റെ സ്ത്രീവായ അപരാധികളെ ക്ഷമിക്കണമേ. ഇപ്പോൾ തിരുസന്നിധി വന്ദിക്കുകയും നിന്റെ കർത്താവിനെ ബഹുമാനിക്കുകയും നിന്റെ മുറിവുകളെ താലോലിക്കുകയും നിന്റെ വ്രണങ്ങളെ തഴുകുകയും നിന്റെ വഴികളെ ചുമക്കുകയും നിന്റെ സ്ത്രീവായ പ്രശംസിച്ച് ആനന്ദ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന നിന്റെ ഇടവയെ നീ ഭംഗിയായി ക്രമീകരിക്കണമേ. ഞങ്ങളെ ഇതിന്റെ സർവ്വത്തെ പൂർണ്ണമായും രക്ഷിക്കണമേ. നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ അടുക്കൽ നിറവേറ്റണമേ. ഞങ്ങൾ മുഖപ്രസന്നതയോടെ നിന്റെ മകനീയ പുനരുദ്ധാനത്തിലേക്ക് ചെറിയൊരുത്തണം നിലയത്തിനായി ഞങ്ങൾ സന്തോഷിക്കണമേ. ഞങ്ങൾ നിന്റെ മണവറയിൽ തോഴന്മാരും നിന്റെ വിരുദ്ധ ക്ഷണിക്കപ്പെട്ടവരും നിന്റെ തെറ്റായിട്ട് അവകാശമായി തീരുമാനമാകണമേ. അവിടെ നിനക്ക് നിന്റെ പിതാവും പരിശുദ്ധരുതായും മുടക്കപ്പെടാതെ ഞങ്ങൾ എപ്പോഴും ഈ സ്വന്തത്തെ ഏറ്റുമാതാകണമേ. ബാധിക്കുമോ ോ
ഇപ്പോൾ അതുപോലെ തന്നെ വിശ്വാസമായി തന്റെ ദൈവമായ ശക്തിയാൽ സകലം പ്രവർത്തിക്കുന്നവനെല്ലാത്തിന്റെ ആദിത്യയുടെ നാരായണനും യഥാർത്ഥ സേവനം മൂലം ദുഷ്ടന്റെ ആത്മത്തെ വായിച്ചു വന്ന ഉപദേശം കർത്തൃസ്വരൂപവും ദൈവത്തെ പോലെ ജീവനുള്ളതുമായ ശരീരപ്രകാരം മരത്തിന്മേൽ തൂക്കപ്പെട്ട കർത്താവും പരിശുദ്ധമായ ഞങ്ങൾക്ക് അപൂർവമായി കിടക്കുമെങ്കിൽ ഞങ്ങളുടെ ദിശകൾ പതിവാറാകണമേ. കർഷകരും മധ്യാഹ്നത്തിനും സാഹചര്യത്തിനായി പ്രയോഗിക്കുന്ന രാത്രിയിലെ കിണികളിൽ നമ്മളിലെ അസുഖങ്ങളും ഞങ്ങളുമായി കുർബാനയാകരുതേ. നീ ഞങ്ങളുടെ പ്രബല സങ്കേതമാകുന്നുവല്ലോ. നിന്റെ മനസ്സിനെ ഞങ്ങളെല്ലാവരും ആവശ്യപ്പിച്ച് നിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ ഈ സമ്മേളനത്തെ ഗ്രഹിക്കണമേ. നിന്റെ ശ്രീവായ ശ്രേഷ്ഠമായ ഇടയാളത്തായ ഞങ്ങളുടെ ആത്മാക്കളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾ സദാ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും ഉചിതമായ സ്ത്രീയും സ്വത്തും മാറണമേ. ഓശോ വിശ്വാസത്താൽ പൈതന്മാർ വിഗ്രഹസേവയിൽ നിന്നേറി പാരം ശ്രേഷ്ഠം പാർത്ത വിശ്വാസം പുണ്യമിരുന്നോ കണ്ടീടും തരുവാതി ധന്യം ശ്രേമോൻവരേവം നമ്മൾ എഴുതികളോടോതി ശ്രീപൂസായി തരുവിന്മേൽ ദൈവസുരൻ തന്നെ വിജയിച്ചു അമ്പുടഞ്ഞ വിലംബിതം നിറവേറ്റി തന്നെ അമ്പും വിമല സഭയ്ക്കു വിലപ്പെടുക പുണ്യമണച്ചോനേ സ്തോത്രം കർത്താവേ കൃപ ചെയ്യണമേ മഹിതമതാം ലിംഗാശായിൽ ചേർന്നടിയ നേടണമവകാശം രാജ്യേവ നിൻ
നിന്നോ വൈരാഗ്യം ഉന്മാദിയോൻ നിന്നിൽ കണ്ടന്തിഹനിസ്കിപ്പായ മിസലേമിനവളെ വീണ്ടു വൻകടത്തരണം ചെയ്യിച്ചു സൗഖ്യം രോഗത്തർക്കേകി പൂർണ്ണസുതം മാതാത്തർക്കും ക്രൂശഗീവകൾക്കായി പകരം ദുഷിയും ദുഷ്ടതയും നൽകി പകരം ജാതികൾ മധ്യേ സംഘത്തെ മഴുചീതറിയിക്കും ദേവാ ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. മകനെ എന്ന് അബ്രഹാം
ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറക് അതിന്മേലെടുത്തി. തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ പുത്രനെ അറുക്കേണ്ടതിനെ കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ മടിക്കായിക. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിന്നിലൊരു ആട്ടുകൊറ്റൻ കൊമ്പുകൾ കുറ്റിക്കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ പുത്രന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് കർത്താവ് കരുതുമെന്ന് പേരിട്ടു. അതുകൊണ്ട് ഈ പർവ്വതത്തിന് മോറിയോ നെഹ്മേ എന്ന് ഇതുവരെയും പറഞ്ഞു വരുന്നു. പാർക്കുന്നു. മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും പാർക്കുന്നു. ദ്വീപിൽ വെച്ച് ഇസ്രായേലുമായി യുദ്ധം ചെയ്യുവാൻ അമാലേക്ക് വന്നു. മോശ യോശുവയോട് പറഞ്ഞത്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് അമാലേക്കുമായി യുദ്ധം ചെയ്യുവാൻ നാളെ പുറപ്പെടുക. യഹോവയുടെ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ കുന്നിന്റെ മുകളിൽ നിൽക്കാം. മോശ പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കുമായി യുദ്ധം ചെയ്യുവാൻ പോയി. മോശയും അഹ്റോനും ഹൂറും കുന്നിന്റെ മുകളിലേക്ക് കയറിപ്പോയി. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ വിജയിക്കും, അവന്റെ കൈ താണിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. മോശയുടെ കൈകൾ ക്ഷീണിച്ചപ്പോൾ അവർ ഒരു കല്ലെടുത്ത് ഇരിപ്പിനായി അവന്റെ കീഴിൽ വെച്ചു. അഹ്റോനും ഹൂറും ഒരാവശ്യത്ത് അവന്റെ കൈകൾ താങ്ങി. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവന്റെ കൈകൾ നിശ്ചലമായിരുന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വാളാൽ തകർത്തു. യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇതിന്റെ ഓർമ്മ ഒരു പുസ്തകത്തിൽ എഴുതുന്നതിന്റെ മകൻ യോശുവയുടെ മുമ്പിൽ വയ്ക്കുക. എന്നാൽ അമാലേക്കിന്റെ ഓർമ്മയെ ഞാൻ ആകാശത്തിന് കീഴിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റുന്നു. മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ എന്റെ കൊടി എന്ന പേരിട്ടു. യഹോവയുടെ കൈ സിംഹാസനത്തിന്മേൽ കർത്താവിന് തലമുറകളായി അമാലേക്കിനോട് യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. പാർക്കുമോ. അവൻ കൈനീട്ടിയവുടൻ പതിയിരിപ്പുകാർക്കുള്ള സ്ഥാനങ്ങളൊന്നും എഴുന്നേറ്റോടി നഗരത്തിൽ പ്രവേശിച്ച് അത് പിടിച്ച് ക്ഷണത്തിൽ നഗരത്തിനെ തീ വെച്ചു. ആയി പട്ടണക്കാർ പിന്നോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പോകുന്നത് കണ്ടു. അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ പറ്റാതെയായി. മരുഭൂമി വഴിയായി ഓടിയ ജനം തങ്ങളെ പിന്തുടരുന്നവരുടെ നേരെ തിരിഞ്ഞു. പതിയിരിപ്പുകാർ പട്ടണം പിടിച്ചുവെന്നും നഗരത്തിലെ പുക മേലോട്ട് ഉയരുന്നുവെന്നും യോശുവായി എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ തിരികെ വന്ന പട്ടണവാസികളെ വെട്ടി. മറ്റവരും പട്ടണത്തിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഇസ്രായേൽ ഇപ്പുറത്തും അപ്പുറത്തും ഹായ് നിവാസികൾ നടുവിലുമായി. ഒരുത്തനും ശേഷിക്കുകയോ വഴുതി പോവുകയോ ചെയ്യാമെന്നും അവരെ സംഹരിച്ചു. ഹായ് രാജാവിനെ അവർ ജീവനോടെ പിടിച്ച് യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ ഞങ്ങളെ പിന്തുടർന്നു. ഹായ് പട്ടണക്കാരെയൊക്കെ മരുഭൂമിയിൽ ഒരു വെളിപ്രദേശത്ത് വെച്ച് കൊന്നു തീർക്കുകയും അവർ ഒന്നൊഴിയാതെ എല്ലാവരും വാളിന്റെ വായുതലയാൽ വീണൊടുങ്ങുകയും ചെയ്ത ശേഷം ഇസ്രായേലിലെല്ലാം ഹായിലേക്ക് തിരികെ ചെന്ന് അവശേഷിച്ചവരെയും വാളിന്റെ വായുതലയാൽ അതിനെ സംഹരിച്ചു. അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീണൊടുങ്ങിയവർ ആകെ 12,000 പേർ. ഹായ് പട്ടണക്കാർ എല്ലാവരും തന്നെ പാർക്കുന്നു. ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ സ്ഥിതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറും വിരൂപമായിരിക്കൊണ്ട് പലരും അവനെ കൊണ്ട് സ്തംഭിച്ചു പോകും. അവൻ പല ജാതികളെയും നിർമ്മലീകരിക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായുകുത്തി നിൽക്കും. അവൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങൾ കേൾപ്പിച്ചതാണ് വിശ്വസിച്ചു. കർത്താവിന്റെ ഭുജമാർഗ്ഗം വെളിപ്പെട്ടു. അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേര് മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, ശോഭയുമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും വ്യസനവും ശീലിപ്പിച്ചവനായും ഇരിക്കുന്നു. അവനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ നാം അവനെ നിന്ദിച്ചു. നാം അവനെ ആദരിച്ചതുമില്ല. നമ്മുടെ കഷ്ടങ്ങൾ യാഥാർത്ഥ്യമായി അവൻ നിർവഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു.
അടിച്ചും താഴ്ത്തിയിരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം കൊല്ലപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം താഴ്ത്തപ്പെട്ടുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആളുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു, നാം ഓരോരുത്തരും സ്വന്തം വഴി തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിതനും പീഡിതനുമായി അവൻ തന്നെ താഴ്ത്തി വായി തുറക്കാതെയിരുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോഗം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മൗനമായിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതെയിരുന്നു. അവൻ ബന്ധനത്തിനും ശിക്ഷാവിധിക്കുമായി കൊണ്ടുപോകപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ ആക്രമണം നിമിത്തം അവന് ദണ്ഡനം വന്നു. അവന്റെ തലമുറയെ വിവരിക്കും. പാർക്കുമോ ദൈവത്താൽ പ്രേരിതരായ സുഹൃതന്മാർക്കും ജാതികളിടയിൽ ഭൂരസീമയതോളം നല്ലേവൻ വീരോ കൈക്കൊള്ളുവാനും ഭാഗ്യം അറിയിച്ചു പരിശുദ്ധനായ പർവ്വതശ്രീയ പുതുവേണ്ടിയൊന്ന ലേഖനത്തിൽ നിന്നും പാർക്കുമോ ബോധം അന്യായമായി കഷ്ടപ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ടാണിയോ സഹിക്കാൻ അന്വേഷിച്ചത്? അല്ല, നന്മയുടെ കഷ്ടം സഹിക്കാൻ ദൈവത്തിന്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ കുറിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവരെ കാഴ്ച കൊടുക്കുവാൻ ഒരു മാർഗം വിജയിച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ സഹായത്തിന് പകരം സഹായിക്കാതെയും കഷ്ടമനുഭവിച്ചതിന്റെ ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവരുടെ കാര്യം പരിഗണിപ്പിക്കത്ര ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവന്റെ അടിപ്പണതാൽ നിങ്ങൾ സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റിയൊഴിഞ്ഞ ആളുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാവിന്റെ അധ്യക്ഷനുമായവരിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പാർക്കുമോ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന എഴുതിയിരിക്കുന്നത് പോലെ
Is the
തിരുസുവിശേഷം ശ്രദ്ധിപ്പാൻ കരുണാകരനാം വസികാന്തൻ തിരുപീഡകളെ ധ്യാനിപ്പാൻ സപാലകൂട്ടം പുരുഷാരം കവനരുമായി യൂതന്മാർ പല പരമാൾക്കാർ സൈന്യങ്ങൾ ജലനികരത്തിൽ അലപോലെ
തൻ കൈയിൽ ഈ വിധം യേശു മലകേറി
തൻ പുനരുദ്ധാനം മൂലം പുനരുദ്ധാനം വാഗ്ദാനം ചെയ്തോനാമ ശിഹാദന്യേ നിൻവരവിൻ രാജ്യത്തിൽ ഓർക്കണമെന്നെയും എന്നേവം കർത്താവോടു ചൊൽകെ വിസ്മിതനായ ഞാൻ കുരിശേങ്കൽ ശാശ്വതമാനിൻ രാജ്യം കൈവശമാക്കി ചെന്ന നിഷ്കാസിതനാം ആദാമും കയറും നൂനം തോട്ടത്തിൽ നീയൊരു മോഷണമാണല്ലോ മോഷണമിവിടെ പാടില്ല കാവൽ നിൽക്കും വാഴൂഷം വഴിതെറ്റിപ്പോ തോട്ടം വിട്ടു പണ്ടാത പിന്നിവിടാരും വന്നില്ല നിഷ്കാസിതമായി നിൻവർഗം തർക്കം വേണ്ട ആയിട്ടുള്ള പ്രതീക്ഷമാണെന്നുള്ളത് അറിയാം. ഒരു സൈഡിൽ കസേരയുണ്ട്. നിങ്ങൾ ആ ഇരിക്കുന്നവർ കസേര എടുത്തോണ്ട് അകത്തോട്ട് കയറി നിന്നാൽ മതി. പള്ളിക്കകത്ത് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്നത് ആ പ്രതീക്ഷ എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ച് ചെയ്യുന്നതാണ്. പ്രായമുള്ളവർ കാലം മുമ്പിട്ടിട്ട് മുമ്പിടാൻ ബുദ്ധിമുട്ടുള്ളവരവിടെ നിന്നാൽ മതി. ഞാൻ കയ്യിലെ കുരിശ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കുരിശ് മുത്തിയിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ആരെങ്കിലും പ്രയാസമുള്ളവർ മുമ്പിടണമെന്ന് നിർബന്ധമില്ല. ഞാൻ കുരിശിന് വേണ്ടി കയ്യിലോട്ട് എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാതെ നിങ്ങൾക്ക് അത് മുമ്പിട്ട് പ്രതീക്ഷയാണ്. ഇവിടെ ഒക്കുകയില്ല നോർക്കേണം കൊലപാതകിനി നിണതാകി നിന്നെ ആരും എത്തിച്ചു കേട്ടോ. ഞങ്ങളുടെ ആത്മത്തിന് അതിനാൽ രക്ഷയുണ്ടായി നാം ശ്രീവായ ഞങ്ങൾ കുമ്പിടുന്നു.
മനുഷ്യാതമ്പുരാനെ എഴുതൽ വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. അതിന്റെ ഭാഷകൾ ഞങ്ങളെ സംരക്ഷിച്ചതിന്റെ വിജയശക്തിയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ
Then say,
പാതാളത്തിലകപ്പെട്ടോ ഏകീബന്ധനമൂർത്തിയനി തന്മൂലം വിജയധ്വനിയോ ദാനീയമാനങ്ങൾ എന്നിവ സവിധം ദിവസമിലെ ൂപ്പിനാമിച്ചേടും തടക്കി വഴങ്ങിയ മസിഹായ നമ്മുടെ മൃതിയ വഴങ്ങി കൊല ചെയ്ത് പാതാളത്തെ ധൂളിച്ച ശ്രീരാമനുടെ ദൃഷ്ടാന്തം തങ്ങളുടെ പൂജാ ദിവസത്തിൽ പായും വായും പുരുമോദ പെരുമാൾ ഘോഷിച്ചിരുന്നു അജയമായ സഭയോട് അതിനെ വിശുദ്ധാത്മശക്തിയാൽ സന്തോഷിക്കുവാനിടയാകണമേ. ആചാര്യന്മാരും സൂക്ഷകന്മാരും വെടിപ്പോടെ സൂക്ഷിക്കുവാനും രാജാക്കന്മാരും കുടന്മാരും ശാന്തതയും സമാധാനത്തിൽ നിൽക്കുവാനും സർവവിശ്വാസങ്ങളും നന്മകളാൽ സമൃദ്ധികളായി തീരുവാനും സംഗതിയാക്കണമേ. ഞങ്ങൾ ഏറ്റുമാറാകണമേ. പിന്നീട് വിശ്വാസിനിയാം തിരുസഭകൾ ചിന്തരാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി കുരിശിലൂടെ നമുക്ക് ചേർന്ന് Oh
Bye.
Yeah.